ഹായ്, അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നല്ല പറഞ്ഞാൽ ഒരു ഒന്നൊന്നര വിഷമമുള്ള ദിവസമാണ് കേട്ടോ. ഇന്ന് കാക്കാൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ ഒറ്റ ബർത്ത്ഡേക്കും കാക്ക ഇവിടെ ഉണ്ടാവില്ല കേട്ടോ. ഇപ്രാവശ്യം ആദ്യമായിട്ടാണ് കാക്ക ഇവിടെ ഉണ്ടാവണേ. അപ്പോൾ ഞാനും മക്കളും വിചാരിച്ചു ഞങ്ങൾക്ക് അടിച്ച് പൊളിച്ച് കാക്കാൻ്റെ ബർത്ത്ഡേ ഒന്ന് ആഘോഷിക്കണം, കുറേ സർപ്രൈസൊക്കെ കൊടുത്ത് അടിപൊളിയാക്കണം എന്ന് വിചാരിച്ചിരുന്നു. ഒരു 2-3 ആഴ്ച മുന്നേ ഞങ്ങളിതിന് ബർത്ത്ഡേക്ക് ഒരുങ്ങാൻ തുടങ്ങിയിരിക്കുന്നു കേട്ടോ. സത്യം പറയുകയാണെങ്കിൽ സന്തോഷം കൊണ്ടിരിക്കും. കാക്ക അവിടെ ഉണ്ടാവില്ല, അങ്ങനെ എപ്പോഴെങ്കിലുമൊക്കെ ഉണ്ടാവുള്ളൂ ബർത്ത്ഡേൻ്റെ സമയത്ത്. അത് എന്തെങ്കിലും അർജൻറ്റ് ഉണ്ടാവും. അപ്പോൾ ഒരു കേക്കൊക്കെ മുറിച്ചിട്ട് അതങ്ങോട്ട് നിർത്തിപ്പോകല. അപ്പോൾ ഇപ്രാവശ്യം നല്ല അടിപൊളിയാക്കണം എന്ന് വിചാരിച്ചു ഞങ്ങൾ. അങ്ങനെ ഞാൻ കാക്ക അറിയാതെ ഒരു കടയിൽ പോയി കേക്കൊക്കെ ഓർഡർ ചെയ്തു. പിന്നെ കോഴിയാണെങ്കിൽ കൂവിയിട്ട് നിൽക്കാൻ വയ്യ, നമ്മളടുത്ത വരെത്തെ കേട്ടോ. അകത്ത് വെളിച്ചമില്ലാത്തതുകൊണ്ട് പുറത്ത് വന്നിട്ടാണ് വീഡിയോ ചെയ്യണേ, അതാണ് ആ സൗണ്ട്. പിന്നെ കേക്ക് ഓർഡർ ചെയ്തു. പിന്നെ പൊന്നൂസ് കോഴിക്കോടാണ് പഠിക്കണേ. അപ്പോൾ ഓള് പറഞ്ഞു ഉമ്മച്ചി എനിക്കൊരു ഗിഫ്റ്റ് കൊടുക്കണമെന്ന്. അപ്പോൾ ഞാൻ ഇപ്രാവശ്യം കാക്കാക്ക് നല്ലൊരു ഗിഫ്റ്റ് വാങ്ങിക്കൊടുക്കണം എന്ന് വിചാരിച്ചിരുന്നു കേട്ടോ. അത്യാവശ്യം പൈസൻ്റെ നല്ലൊരു ഗിഫ്റ്റ് വാങ്ങിക്കൊടുക്കണം എന്ന് വിചാരിച്ചിരുന്നു. എൻ്റെ കയ്യിൽ അതിനകത്തുള്ള പൈസയൊന്നുമില്ല. പക്ഷേ കാക്ക എനിക്ക് ഇടയ്ക്കിടയ്ക്ക് വട്ടച്ചെലവിന് കുറച്ച് പൈസ തരും, 100-200 അപ്പോൾ ഞാൻ അതൊക്കെ ഒരു കുപ്പിയിലിട്ട് സ്വരൂപിച്ച് വെച്ചിരുന്നു കേട്ടോ. അതുകൊണ്ട് കാക്കാക്ക് നല്ലൊരു ഗിഫ്റ്റ് വാങ്ങിക്കൊടുക്കാമെന്ന് വിചാരിച്ചിരുന്നു. അപ്പോൾ ഓൾ കച്ചറ ഉണ്ടാക്കാം ഉമ്മച്ചി എനിക്ക് പൈസ ഇട്ടുകൊണ്ട് എനിക്ക് കാക്കാക്ക് എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് വാങ്ങിക്കൊടുക്കണം പറഞ്ഞിട്ട് ഓൾ കച്ചറ ഉണ്ടാക്കിയപ്പോൾ ഞാൻ എന്താക്കി, അതിനൊരു 10-600 റുപ്യ ഒക്കെ ഇട്ട് കൊടുത്തിട്ടോ. അപ്പോൾ ഓളൊരു ഗിഫ്റ്റ് അയച്ചിട്ടുണ്ട്, അത് വൈത്തിരി വന്ന് കിടക്കുകയാണ്. അപ്പോൾ വൈകുന്നേരം അതൊക്കെ ഒരു സർപ്രൈസായിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചിരുന്നു. പിന്നെ മക്കൾ കഴിഞ്ഞ 6 മാസമായിട്ട് ഒരു കൂട്ടാണ് കേട്ടോ പൈസ കുറ്റിയിലിട്ടിട്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഫസ്റ്റൊക്കെ ഒരു കുറ്റിയിൽ പൈസ ഇടുന്നുണ്ടപ്പോൾ ഒരു എന്തെങ്കിലും കാക്കാക്ക് ആ പൈസയും കൊണ്ട് ഗിഫ്റ്റ് വാങ്ങിക്കൊടുക്കാനായിരിക്കും എന്നാണ് വിചാരിച്ചത്. പക്ഷേ ഓര് പറഞ്ഞു ആ കുറ്റി നിറച്ച് പൈസ ആക്കിയിട്ട് കാക്കാക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ കാക്കാനോട് കുറേ മുന്നേ ഒരു പറഞ്ഞിരുന്നു സൈക്കിൾ വേണമെന്ന്. അപ്പോൾ കാക്ക പറഞ്ഞിരുന്നു രണ്ടാൾക്കും കൂടി ഒരുമിച്ച് വാങ്ങൽ നടക്കില്ല, ഒരാൾക്ക് ഇപ്പോൾ വാങ്ങിത്തരാം ഒരാൾക്ക് പിന്നെ വാങ്ങിത്തരാമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഒരു വിചാരിച്ച് കാക്കാനടുത്ത് പൈസ ഇല്ലായിട്ടാന്ന് വിചാരിച്ചിട്ട് രണ്ടാളും എന്താക്കുന്നറിയോ, നമ്മൾ മിഠായി വാങ്ങാൻ കൊടുക്കണ പൈസ, അവർക്ക് വേറെ എന്തെങ്കിലും ആവശ്യത്തിന് കൊടുക്കണ പൈസ, പിന്നെ ഉമ്മച്ചി കൊടുക്കണ പൈസ എല്ലാം കൂടി ഇട്ടിട്ട് പിന്നെ ഒരു അവധിക്കാലത്ത് വീഡിയോ കണ്ടവർക്കറിയാം ഇവിടെ ഒരു കട ഇട്ടിരുന്നു കേട്ടോ, ചെറിയൊരു കട. അപ്പോൾ അതിൽ നിന്ന് കിട്ടിയ പൈസ എല്ലാം കൂടെ ഒരു കുറ്റിയിലിട്ടിട്ട് പിന്നെ ഒരു സ്വരൂപിച്ച് വെച്ചിരുന്നു കേട്ടോ കാക്കാക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒക്കെ സെറ്റാക്കി എന്തായാലും അടിപൊളി ആക്കണം എന്ന് വിചാരിച്ചിരുന്നു. മോന് വൈകുന്നേരം മദ്രസ് ഉണ്ട്, എന്നാലും മദ്രസ് പോണതിൻ്റെ മുന്നേ കേക്ക് മുറിക്കാമെന്നൊക്കെ പറഞ്ഞ് ഞാൻ കടയിലേക്കൊക്കെ വിളിച്ച് പറഞ്ഞു. പിന്നെ ഒരു 4 മണീൻ്റെ മുന്നേ കേക്ക് ഇവിടെ എത്തിക്കണം, ആ ഗിഫ്റ്റും ഇവിടെ എത്തിക്കണം എന്നൊക്കെ പറഞ്ഞ് ഒക്കെ സെറ്റാക്കി നിന്നതായിരുന്നു. എന്താ പറയുക, രാവിലെ 5 മണിക്കുണ്ട് കാക്കാൻ്റെ ഫോൺ അടിക്കണം കേട്ടോ. അപ്പോൾ വിളിച്ചിട്ട് പറയുന്നുണ്ട് പിന്നെ എത്രയും പെട്ടെന്ന് അവിടെ എത്തണമെന്ന് പറഞ്ഞിട്ട് പണി സ്ഥലത്തുനിന്ന് വിളിക്കണ്ടേ. എന്താ പറയുക, ഒരു അടി കിട്ടിയ പോലെ ആയിപ്പോയി എനിക്ക്. ഞാൻ നീറ്റിട്ട് ഇങ്ങനെ ബെഡിലിങ്ങനെ എന്താ പറയുക ഒരു 10-15 മിനിറ്റ് നേരം ഇനി ഇരുന്നു കേട്ടോ. എനിക്ക് തന്നെ സഹിക്കാൻ പറ്റണ്ടില്ല, കാരണം എല്ലാം ഞങ്ങൾ സെറ്റാക്കി വെച്ചിരിക്കുന്നു. കാക്കാക്ക് ഫ്രൈഡ് റൈസാണ് ഇഷ്ടം പറഞ്ഞിട്ട് പിന്നെ കാക്കാനെ കൊണ്ട് ഇന്നലെ പോയി അരി, അതിലേക്കുള്ള ഇറച്ചി സാധനങ്ങൾ, പച്ചക്കറി എല്ലാ സാധനവും നമ്മൾ സെറ്റാക്കി വെച്ചിരിക്കുന്നു. പായസത്തിനുള്ള സെറ്റാക്കി വെച്ചിരിക്കുന്നു. എല്ലാം ഒന്നും വേണ്ട എല്ലാ സാധനങ്ങളും ഞാൻ സെറ്റാക്കി വെച്ചിട്ട് രാവിലെ എണീറ്റിട്ട് പോകണമെന്ന് പറയുമ്പോൾ നമുക്ക് സഹിക്കാൻ പറ്റില്ലല്ലോ. പിന്നെ കുറച്ച് നേരം ഇരുന്നപ്പോൾ എനിക്ക് വേണ്ടി ശരിയായി, കാരണം എന്തായാലും പോകാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ, നമ്മൾ അന്നാണല്ലോ, അതുകൊണ്ട് പോയല്ലേ പറ്റുള്ളൂ എന്ന് ഞാൻ വിചാരിച്ച് ഞാനങ്ങോട്ട് ശരിയായിട്ടോ. പിന്നെ കുട്ടികൾ രാവിലെ എണീച്ചാൽ എന്തായാലും കച്ചറ ഉണ്ടാക്കും, മോരെങ്ങനെ അത് ഉൾക്കൊള്ളുമെന്ന് എനിക്കറിയില്ലായിരുന്നു. പിന്നെ രാവിലെ എണീച്ച് അവരോടൊക്കെ പറഞ്ഞ് കുറച്ച് കരച്ചിലും വിളിച്ചിലൊക്കെ ഉണ്ടായെങ്കിലും ഒക്കെ ശരിയായി. പിന്നെ ഗിഫ്റ്റ് കൊടുക്കുന്ന വീഡിയോ ഒക്കെ ഞങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. പിന്നെ എൻ്റെ കയ്യിലൊരു ഫോട്ടോ ഉണ്ടായിരുന്നു, ഞങ്ങളെല്ലാവരും കൂടെ ഉള്ള ഒരു ഫ്രെയിം ഇതുവരെ ഞങ്ങളെടുത്തില്ല. അപ്പം ഞാൻ വിചാരിച്ചു കാക്കയും കുട്ടികളും ഞാനും എല്ലാവരും കൂടെ ഉള്ളൊരു ഫ്രെയിം ഉണ്ടാക്കിയിട്ട് ഫോട്ടോ ഫ്രെയിം ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഒരു ഫ്രെയിം ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ പോകണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല,
നമ്മളെ ജീവിതമല്ലേ, ജീവിക്കണമെങ്കിൽ നമുക്ക് പോയേ പറ്റുള്ളൂ. കാക്ക ഒരാൾ മാത്രമേ ഇവിടെ പണിക്കണുള്ളൂ. അപ്പോൾ എന്തായാലും പോകാണ്ടിരിക്കാൻ പറ്റില്ല, പോയേ പറ്റുള്ളൂ. പിന്നെ കാക്ക പറഞ്ഞ് രാവിലെ അപ്പം തന്നെ പോകണമെന്ന് പറഞ്ഞു. ഇപ്പോൾ മക്കളെ കരച്ചിലും കാരണം കാക്ക അപ്പം തന്നെ പോയില്ല കേട്ടോ. ഞാൻ കുറേ പറഞ്ഞു ഉച്ച കഴിഞ്ഞിട്ട് പോയാൽ പോരെ, ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ചിട്ട് പോയാൽ പോരെ എന്നൊക്കെ ചോദിച്ചു. പക്ഷേ പറ്റൂല എന്ന് പറഞ്ഞു. പിന്നെ മക്കൾ കരഞ്ഞ് വിളിച്ച് മക്കളെ സ്കൂളിലേക്ക് ബസ് കയറ്റി കൊടുത്തിട്ട് പോകാമെന്ന് പറഞ്ഞു. നല്ലൊരു ബർത്ത്ഡേ ആയിട്ട് പോവുകയാണ് ചങ്ങായി. ഹാപ്പി ബർത്ത്ഡേ. എന്നാ വരിക? കാക്ക പോകാനുള്ള ഒരുക്കത്തിലാട്ടോ. എല്ലാം ഇസ്തിരിയിട്ട് സെറ്റാക്കി വെക്കുകയാണ്. ഒക്കെ റെഡി ആയിട്ടേ മക്കളെ വിളിക്കുള്ളൂ. ഇപ്പം തന്നെ വിളിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം തന്നെ കരയാൻ തുടങ്ങും. നിങ്ങൾ വിചാരിക്കും ഇതെന്താ പോണ സമയത്ത് കാക്ക ഇസ്തിരി ഇടണേന്ന്. കാക്കാൻ്റെ കാര്യങ്ങളൊക്കെ കാക്കനെ ഉണ്ടോ ചെയ്യുക, നമ്മളെ ചെയ്യാൻ സമ്മതിക്കില്ല. എനിക്ക് ആഗ്രഹമുണ്ട് കാക്കാൻ്റെ ഡ്രസ്സ് ഇസ്തിരി ഇട്ട് കൊടുക്കാനും അലക്കി കൊടുക്കാനൊക്കെ. പക്ഷേ കാക്കാക്ക് ഇഷ്ടമല്ല. കാക്കാക്ക് പോകാനുള്ള സാധനങ്ങളൊക്കെ കാക്കന്നെ ഇസ്തിരി ഇട്ട് മടക്കി സെറ്റാക്കി ഒക്കെ പേക്കാക്കി വെക്കും. കാക്കാൻ്റെ ഡ്രസ്സ് കാക്കന്നെ വരുമ്പോൾ തന്നെ അലക്കി വൃത്തിയാക്കി വെക്കും. അപ്പോൾ പറയും ഒക്കെ എനിക്ക് തന്നെ ചെയ്യണം, എന്നാലേ എനിക്കൊരു തൃപ്തി ആവുള്ളൂ എന്ന് പറയും. കാക്കന്ന് പോവാടി. എന്താ ചെയ്യാ ബർത്ത്ഡേ? എന്ത് ചെയ്യാ? കാക്കന്ന് പോവാടാ, എന്താ ചെയ്യാ? ബർത്ത്ഡേ എന്താക്കും? 2 ദിവസം കഴിയുമ്പോൾ വരും കാക്ക. എന്നിട്ട് നമുക്ക് ബർത്ത്ഡേ ആഘോഷിക്കട്ടെ. ഇനീക്ക് പല്ലേക്ക് എന്നിട്ട് നമുക്ക് കാക്കക്ക് ഗിഫ്റ്റൊക്കെ കൊടുത്തിട്ട് പറഞ്ഞേക്കാം. കേക്ക് മുറിക്കാൻ എന്തായാലും കാക്ക ഉണ്ടാവില്ല. ബാ ബാ നീക്ക് ബാ. കാക്കാക്ക് പോകാൻ നേരം വെക്കുന്നുണ്ട്. ബാ, നല്ല നീച്ച് മാറ്റിയിട്ടൊക്കെ വേണം കാക്കാക്ക് പോകണമെങ്കിൽ. ബാ, ഗിഫ്റ്റൊക്കെ കൊടുക്കാം. നമ്മൾ കുറേ ദിവസമായിട്ട് എടുത്ത് വെച്ച ഗിഫ്റ്റ് ഇല്ലേ, കാക്കാക്ക് കൊടുത്തിട്ട് കാക്കാൻ പറഞ്ഞേക്കാം. അപ്പം കാക്ക സന്തോഷത്തിൽ പോയിട്ട് പറ്റേ. അർജൻറ്റായിട്ട് കോൾ വന്നാൽ എന്താക്കാൻ പറ്റും? അതിപ്പോൾ സർപ്രൈസാ? നമ്മൾ സർപ്രൈസൊക്കെ പിന്നെ കൊടുക്കാം കേട്ടോ. തന്നെ കാക്ക പോകാറുമ്പോൾ ഞാനും സർപ്രൈസ് ആയില്ലേ രാവിലെ. കണ്ണും പീർന്നോ എന്തോ ഗിഫ്റ്റ് വരുന്നുണ്ട്. എന്ത് ഗിഫ്റ്റാണപ്പോൾ? വേഗം വരും, നേരല്ല കേട്ടോ, സ്കൂളിൽ പോകാൻ സമയമായേ. വരുന്നുണ്ടോ? ആയില്ല, തുറക്കല്ലേ. അവിടെ ഇരിക്ക്, കുഞ്ഞിരിക്ക്. ആ, തുറന്നോ കാക്ക, കണ്ണ് തുറന്നോ. വാങ്ങിക്കോ, ഗിഫ്റ്റ് അല്ലേ. പൈസ കാണാണ്ട് 6 മാസമായി അല്ലേ? കാക്ക വന്നിട്ട് നമ്മൾ പൊളിക്കുന്നതായിരിക്കും അല്ലേ കാക്ക? ഈ ഒരു ഫ്രണ്ട് അത് കുഞ്ഞുമോള് കൊടുത്തേട്ടോ കാക്കാക്ക് ഈ ഗ്രീറ്റിങ്സ്.
ഈ ചിത്രമൊക്കെ വരച്ചിട്ട് ഹാപ്പി ബർത്ത്ഡേ കാക്ക സ്നേഹപൂർവ്വം ഫർഹാന എന്ന് എഴുതിയിട്ട് ഒരു ഗ്രീറ്റിങ്സ് ആക്കിയിട്ട് ഇതാ ഇങ്ങനെ കേട്ടോ കൊടുത്തത്. ഇതിൽ കാര്യമായിട്ടൊന്നും ഇല്ലെങ്കിലും കാക്കാക്ക് ഇത് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായിട്ടോ. ഇത് ഓളന്നെ ഉണ്ടാക്കിയതാണ് കേട്ടോ, ഒരു കളർ പേപ്പർ വെച്ചിട്ട്. ടൈമാണ് കേട്ടോ ഞാൻ കാക്കാക്ക് കൊടുത്തത്. പക്ഷെ ഇത് കാക്കാക്ക് കൊടുക്കുന്നതും കാക്ക അത് പൊട്ടിക്കുന്നതൊക്കെ വീഡിയോ ഞാൻ എടുത്തിരുന്നു. എന്തായെന്നറിയില്ല, മക്കൾ കളിച്ചപ്പോൾ ഡിലീറ്റ് ആക്കിയതാണോ ഇനി എന്തോ ഡിലീറ്റായി പോയതാണോ എന്താണെന്നറിയില്ല. ഈ ഫ്രെയിമാണ് കേട്ടോ ഞാൻ കൊടുത്തത്. അങ്ങനെ മക്കൾ സ്കൂളിലേക്കും കാക്ക പോകാനും ഇറങ്ങിട്ടോ. പതിവ് പോലെ കുഞ്ഞുമോക്ക് കാലുവേദന തുടങ്ങി. കാലുവേദന ഉണ്ട് എന്ന് പറഞ്ഞ് കരയുണ്ട് കേട്ടോ കാക്ക എടുക്കാൻ വേണ്ടിയിട്ട്. ഉണ്ടോ, കാലുവേദന ഉണ്ട് എന്നോട് പറയണത്. ഓരെയും കൊണ്ട് അങ്ങോട്ട് പോയിട്ടോ. പോയിട്ട് വരട്ടെ. ഇപ്പം എന്താ ചെയ്യുക, ഞാൻ അടുത്ത ബർത്ത്ഡേ നമുക്ക് ഉഷാറാക്കാം, അത്രേ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ പൊന്നൂസിൻ്റെ ഗിഫ്റ്റും കേക്കും വൈകുന്നേരം വരും. കേക്ക് കാക്ക വന്നിട്ട് കൊണ്ടുവന്നാൽ പോരേന്ന് ഞാൻ അയാളോട് ചോദിച്ചു, പക്ഷെ പറ്റിയിട്ടാണ് വന്നത്. അപ്പോൾ കേക്കും ഗിഫ്റ്റൊക്കെ വന്നിട്ട് ഞാനൊരു ഷോർട്സിലൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ, അസ്സലാമു അലൈക്കും.